ഫിഫ വേൾഡ് കപ്പിന്റെ ഗ്ലോബൽ അക്കോമഡേഷൻ ടീമിന്റെ ഭാഗമായി മലയാളിയായ വർഗീസ് എടാട്ടുകാരൻ ടീം ബേസ് ക്യാമ്പുകൾ ഉൾപ്പെടെ VIP അക്കോമഡേഷന്റെ ചുമതല വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ്. തൃശൂർ മാള സ്വദേശിയാണ് വർഗീസ് എടാട്ടുകാരൻ. 2019 ഫിഫ അക്കോമഡേഷൻ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത്. ഫിഫയുടെ 13 പേരടങ്ങുന്ന ഗ്ലോബൽ അക്കോമഡേഷൻ സംഘത്തിലാണ് വർഗീസ് എടാട്ടുകാരൻ ഇടം പിടിച്ചത്. കനേഡിയൻ മത്സരങ്ങളുടെ VIP ടീം ഹോട്ടലുകളുടെ പൂർണ്ണ ചുമതല കാനഡയിലെ വാൻകൂർ കേന്ദ്രീകരിച്ച് നിർവഹിക്കുന്നത് വർഗീസ് ആണ്. കാനഡയിലെ മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹം അമേരിക്കയിലെ ഡാലസിലേക്ക് മാറും. ഇതാദ്യമായല്ല ഫിഫയുടെ വൻകിട ടൂർണമെന്റുകൾക്ക് വർഗീസ് ചുക്കാൻ പിടിക്കുന്നത്. 2019 ഫിഫയ്ക്ക് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ശേഷം ഖത്തർ ലോകകപ്പ്, ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും നടന്ന വനിതാ ലോകകപ്പ്, വിവിധ ക്ലബ് ലോകകപ്പുകൾ എന്നിവയുടെ നടത്തിപ്പിൽ വർഗീസ് മുൻനിരയിലുണ്ടായിരുന്നു. 2022 ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ 17 വനിതാ ലോകകപ്പിന്റെ പ്രൊജക്ട് ലീഡും വർഗീസ് ആയിരുന്നു. വരാനിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ പ്രൊജക്ട് ലീഡായും വർഗീസിനെ ഫിഫ നിശ്ചയിച്ചിരിക്കുന്നു. 1990 ദുബൈയിലെ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് നിന്നാണ് വർഗീസ് തന്റെ കരിയർ ആരംഭിക്കുന്നത്. JW മാരിയറ്റ്, ജുമൈറ ബീച്ച് ഹോട്ടൽ തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര ബ്രാൻഡുകളിൽ പ്രവർത്തിച്ച പരിചയ സമ്പത്തുമായാണ് ഫിഫയിലേക്ക് എത്തിയത്. നിലവിൽ സ്വിസ് പൗരത്വമുള്ള ഇദ്ദേഹം ഭാര്യ സൂസന്നയ്ക്കും മക്കളായ ജാസ്മിന, മെലീന എന്നിവർക്കുമൊപ്പം സൂറിച്ചിലാണ് താമസം. തന്റെ കഠിനമായ രാജ്യാന്തര യാത്രകൾക്ക് കരുത്തു പകരുന്നത് കുടുംബത്തിന്റെ പിന്തുണയാണെന്ന് വർഗീസ് പറയുന്നു. അർപ്പണബോധവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലെത്താമെന്ന് തെളിയിക്കുകയാണ് ഈ മലയാളി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.